ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈവനിങ് സ്നാക്സായിട്ട് ഞാൻ ഏത്തയ്ക്കാപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയായിരിക്കും. ഞാൻ എന്നാലും എൻ്റെ സ്റ്റൈല് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഞാനിവിടെ 2 ഏത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. 2 ഏത്തയ്ക്ക എടുത്തിട്ട് 4 കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ 2 ഏത്തയ്ക്കാകുമ്പോൾ 8 കഷ്ണങ്ങളാക്കി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണേ. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റി എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് 1 സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത്, പിന്നെ എനിക്കിവിടെ കറുത്ത എള്ള് കിട്ടിയില്ല. എല്ലാവരും കറുത്ത എള്ളാണ് ചേർക്കുന്നത്, അത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ജീരകം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് പിന്നെ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ അധികം വെള്ളമായി പോകരുത്. ഒരുമാതിരി ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം ഞാൻ 2 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കായയുടെ മധുരം ആയാലും മതി. പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് ഇളക്കി വെക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തതിന് ശേഷം പിന്നീട് വെള്ളം ഒഴിക്കരുത്. അന്നേരം പഞ്ചസാരയും കൂടെ നലിഞ്ഞ് വരുമ്പോഴേക്കും ഒത്തിരി വെള്ളമായി പോകും. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആണ് ഞാനിവിടെ മാവ് കലക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാവെല്ലാം ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം ഞാൻ 2 കായ എടുത്ത് ആ ഒരു ബാറ്ററിനകത്തോട്ടൊന്ന് മുക്കി വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അടുപ്പിൽ ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കാൻ വെക്കണം. നന്നായിട്ടൊന്ന് ചൂടായി വരണം, എന്നിട്ടേ കായ എടുത്തിടാവൂ, അല്ലെങ്കിൽ എണ്ണ കുടിക്കുവേ. അപ്പോൾ നോക്കുമ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മുടെ ഏത്തയ്ക്ക ആ ബാറ്ററിനകത്ത് മുക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുത്ത് 2 സൈഡും ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്കും നമുക്കത് കോരിയെടുക്കാം. കണ്ട ഒരു ഗോൾഡൻ യെല്ലോ കളർ വരുമ്പോഴേക്കും നമുക്കതൊന്ന് കോരിയെടുത്ത് മാറ്റണം. അങ്ങനെ ഞാൻ അടുത്ത സെഷൻ ഇട്ടിട്ടുണ്ട്. അതും അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്ത് എന്ന് കോരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏത്തയ്ക്കാപ്പമെന്നും ഏത്തയ്ക്ക ബോളിന്നും ഒക്കെ പറയും. ഞങ്ങൾ ഏത്തയ്ക്കാപ്പം എന്നാണ് പറയുന്നത്. അങ്ങനെ ഏത്തയ്ക്കാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ.